ഹലോ, ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മന്ത്ലി ചെക്കപ്പിൻ്റെ ദിവസമാണ്. അപ്പോൾ അതിലൂടെ നമ്മുടെ അനോമലി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കാണിച്ചു കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഐശ്വര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. മഴ നമ്മൾ ആളെ പറ്റിക്കാന്നുള്ള പോലെ ഞാൻ കുട നിവർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ അതേപോലെ പോവുകയും ചെയ്തിരുന്നു. നനക്കാൻ വേണ്ടി മാത്രം ഒരു മഴയായിരുന്നു കേട്ടോ അത്. ഞാൻ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഷെബി സ്കൂളിൽ പോയിട്ടുണ്ട്, ഐശുവിനെ പിന്നെ എൻ്റെ വീട്ടിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടെ ഇറങ്ങി താഴെ നിന്നാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ബസ് പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പട്ടാമ്പി സേവന ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. പട്ടാമ്പി ആണെങ്കിൽ പോലും നമുക്ക് 2 ബസ് കയറണം കേട്ടോ. സേവനയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ് കയറിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പോരാനുള്ള തിരക്കിൽ അങ്ങനെ കാര്യമായിട്ട് രാവിലെ നേരത്തെ ചായ കുടിച്ചാണ്, പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് ബസ് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു മുട്ട ബജിയും അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു ഉഴുന്ന് വടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത് ബസ് കയറിയപ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ബസ്സിലിരുന്നിട്ട് ആ ഉഴുന്നുവട കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈം എടുക്കും കേട്ടോ ഡോക്ടറെ കാണാൻ. അപ്പോൾ എന്തായാലും അത്ര നേരം ഇരിക്കും ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഞാനങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി നമ്മുടെ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. 10:45 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറേ നേരം നമ്മളവിടെ പോസ്റ്റ് അടിച്ച് നിന്നു. ഡോക്ടർ ലേബർ റൂമിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു 12:30 ആയിട്ടാണ് ഡോക്ടർ OPയിലേക്ക് വന്നത്. എന്നിട്ട് എൻ്റെ കാണിക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഒരു 1:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ സ്കാൻ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു TT ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമതും എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് ആലോചിക്കാൻ വയ്യാത്തത്. കാരണം ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ഫസ്റ്റ് TT എടുത്തപ്പോൾ തന്നെ 2 ദിവസത്തിന് എൻ്റെ കൈ കൊണ്ട് ഒന്നിനും വെച്ചില്ല. ആകെ നീരൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. സ്കാനിങ് നമ്മൾ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 5-ാം മാസം കഴിഞ്ഞ് 6-ാം മാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് നമ്മൾ നേരെ പോന്നു. ഞാൻ പറഞ്ഞല്ലോ 1:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അങ്ങനെ പോന്നു കേട്ടോ. മരുന്നൊന്നും വാങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മരുന്നൊക്കെ നമുക്കിവിടെ ആശാവർക്കർക്ക് കൊടുന്ന് തരും. അപ്പോൾ ആ മരുന്നൊക്കെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബസ് കയറിയപ്പോൾ നല്ല മഴയും പെയ്തിരുന്നു. അപ്പോൾ ഇടക്ക് മഴ ഇടക്ക് വെയിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഐഷു എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരത്ത് ഷെബി സ്കൂളിട്ട് വരുന്ന നേരത്ത് കണ്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി എൻ്റെ അനിയനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് വരാൻ വൈകിയപ്പോൾ ഞാൻ അങ്ങനെ മെല്ലെ നടക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് റോട്ടിൽ നിന്ന് കുറച്ചുകൊണ്ട് നടക്കാനുണ്ട്. പിന്നെ കുറച്ച് അങ്ങനെ നടന്നപ്പോഴേക്കും അവൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിൽ പോയി ചോറ് കഴിച്ചു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളും. എൻ്റെ പാരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ മിസ്റ്റേക്സുകളൊക്കെ കാണും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ.